ഹായ് ഓൾ, വെൽക്കം ടു എ എൻ ഫുഡ് കോർട്ട്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കൻ ലെഗ് വിത്ത് മഷ്റൂം ക്രീം സോസ്. അതിനായിട്ട് ഇവിടെ വേണ്ടത് നമ്മുടെ ചിക്കൻ ലെഗ്, മഷ്റൂം, ചിക്കൻ സ്റ്റോക്ക്, ലെമൺ, സ്പ്രിംഗ് ഓണിയൻ, റെഗുലർ ഓണിയൻ, garlic, ginger, parsley, heavy cream for sauce, garlic, onion powder, garlic powder. ഞാനിത് ചിക്കൻ ക്ലീൻ ചെയ്ത് ഇവിടെ വരഞ്ഞിട്ടുണ്ട്. സീസണിങ് ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പം നമുക്ക് ചിക്കൻ ആദ്യമായിട്ട് ഇത് സീസണിങ് ചെയ്യണം. സീസൺ ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യണം. ഫസ്റ്റ് സാൾട്ട്, ബോത്ത് സൈഡിൽ, പെപ്പർ, garlic powder, onion powder, lemon juice, the other side. Salt already I add lemon juice. ഓക്കെ, ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാം. അപ്പം നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് 30 മിനിറ്റ് ഗ്രില്ല് ചെയ്യണം. അത് രണ്ട് സൈഡും മറിച്ചിട്ട് 30 മിനിറ്റ് ഗ്രില്ല് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി 15 മിനിറ്റ് കൂടെ ഗ്രില്ല് ചെയ്യണം. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങോട്ട് എടുക്കുവാണ്. ചിക്കൻ ഗ്രിൽ മാർക്കൊക്കെ വന്ന് ഗോൾഡൻ കളറായി. ഓക്കെ, ഇത് ഗ്രില്ല് ചെയ്തെങ്കിലും നമുക്ക് ഇച്ചിരി മീറ്റ് കുറച്ചുകൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടി മോർ ടേസ്റ്റിനും വേണ്ടി സോഫ്റ്റിനും വേണ്ടി ഞാൻ ഒന്നുകൂടെ 20 മിനിറ്റ് ഞാൻ ഓവനിൽ വെച്ച് ബേക്ക് കൂടെ ചെയ്യുവാണേ. അത് നമുക്കിവിടെ ബേക്കിംഗ് ഡിഷുണ്ട്. അത് ഞാനിങ്ങനെ സ്പ്രേ ചെയ്യണം, ബട്ടർ സ്പ്രേ ചെയ്യണം. കാരണം അടിയിൽ ഒന്നും പിടിക്കാതിരിക്കാനുണ്ട് സ്പ്രേ ചെയ്യും. അതിനുശേഷം ചിക്കൻ ഇവിടെ ക്ലിയർ ചെയ്യണം. ബേക്ക് ചെയ്യുമ്പോൾ വെരി ജ്യൂസി, വെരി സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്കിവിടെ ചിക്കൻ സ്റ്റോക്ക് pour ചെയ്യാം. ഓക്കെ, ഓവൻ 350 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 15 മിനിറ്റ് ഇത് ബേക്ക് ചെയ്യുവാണ്. ചിക്കൻ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സോസിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് അറിയാം. അത് ഓണിയൻ ഒത്തിരി വേണ്ട, കുറച്ചും
വളരെ ചെറുതായിട്ടായിരിക്കും. അപ്പോൾ ഇതോടെ ഒണിയൻ അരിഞ്ഞു കഴിഞ്ഞു. നമുക്ക് ജിഞ്ചർ അരിയാം. അതും കുറച്ചും അത് മിൻസായിട്ട് അരിയണം. ജിഞ്ചർ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഗാർലിക്ക് അതിന് 2 പീസ് എടുത്താൽ മതി. കുറച്ച് നമുക്കിനി സ്പ്രിംഗ് ഓണിയൻ അരിയാം. പാഴ്സൽ ശാലം ആണ്. അത് ഞാൻ അരിയുക. ഇനി നമുക്ക് ഇവിടെ സോസ് ഉണ്ടാക്കാവേ. ഞാൻ ബട്ടർ ഇട്ടു. ബട്ടർ മെൽറ്റ്. ഇനി അടുത്തത് ജിഞ്ചർ ഇട്ടു. ഗാർലിക്, ഓണിയൻ ടോസ്റ്റ് ചെയ്യാം. മഷ്റൂം, ഓക്കെ. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിനകത്ത് ഈ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം ഹെവി ക്രീം, പെപ്പർ, salt, ലെമണിൻ്റെ ഹാഫ് ലെമൺ ജ്യൂസ്, അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ഓണിയനും കൂടി ഇടാം. ഗ്രീൻ ഓണിയനും ഇട്ട് കുറച്ച് പാഴ്സലി ആഡ് ചെയ്യാം. ഓക്കെ. ഇനി നന്നായിട്ട് തിളച്ച് വരണേ. തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കോൺസ്റ്റാർട്ട് ഒഴിക്കുക. കുറച്ച് തിക്കൻസ് വേണം. ഒത്തിരി വേണ്ട, ചെറിയൊരു തിക്കൻസ് വേണം. അപ്പം സോസ് റെഡിയായി കഴിഞ്ഞു. പാകത്തിനായിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ റെഡിയായി. ഞാൻ ഓവനിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കുവാണ്. ഇനി നമുക്ക് ഈ പ്ലേറ്റിനകത്ത് സെറ്റ് ചെയ്യണം. ഓക്കെ, പ്ലേറ്റിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. 2 പീസ് വെച്ച് അതിനുശേഷം ജ്യൂസ്. നല്ല ടേസ്റ്റായി ദോശ. ഇതിനകത്ത് ലെമണ്. ഇനി നമുക്ക് സോസ് ഇടാം. പാഴ്സൽ പിന്നെ നമുക്ക് ഗാർണിഷ്
ഓക്കെ ഓക്കെ, നമ്മുടെ ഡിഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഗ്രിൽഡ് ചിക്കൻ വിത്ത് മഷ്റൂം ക്രീം സോസ്. ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.